വീഡിയോ കാണുന്ന മിക്ക ആളുകളും അവരുടെ 5ാമത്തെ വയസ്സിൽ തുടങ്ങിയതായിരിക്കും പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷെ ഇത്ര കാലമായിട്ടും എങ്ങനെ പഠിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സോ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ 5 പാർട്ടായി സെഗ്മെന്റ് ചെയ്തിട്ട് സ്ട്രക്ചറൽ ഫോർമാറ്റിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സയന്റിഫിക്കലി പ്രൂവൺ ആയ സ്റ്റഡി ടിപ്സും അതുപോലെ തന്നെ പേഴ്സണലി ബെനിഫിറ്റ് ആയ കുറച്ച് ടിപ്സുമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്? എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായ ബോധം വേണം. എന്തിനാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്, എന്തിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കറക്റ്റ് എന്താണ് വൈ വി ആർ സ്റ്റഡിങ് എന്ന ആൻസർ നമ്മുടെ മുമ്പിൽ വേണം. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ SSLC അതല്ലെങ്കിൽ +2 അതുപോലെ തന്നെ ഡിഗ്രി എന്ന എക്സാംസ് എഴുതുന്നത് എന്തിനാണ്? നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ക്ലിയർ മെന്റൽ ഗോൾ വേണം. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അതായത് ഇപ്പോൾ SSLCയിൽ എനിക്ക് ഫുൾ A+ വേണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഫുൾ A+ കിട്ടി എന്നൊരു റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസിന് ഉണ്ടാവുന്ന സന്തോഷവും അങ്ങനത്തെ കാര്യങ്ങൾ, അതോ നിങ്ങൾക്കൊരു കോളേജിൽ നല്ല പ്ലേസ്മെന്റ് കിട്ടാനാണോ, അതോ നല്ലൊരു ജോബ് കിട്ടാനാണോ, എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് മൈൻഡിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. സോ നമ്മൾ ഡിഫൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു, ഇന്ന കാര്യം നേടാനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. പക്ഷേ പഠിച്ച് തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചടങ്ങാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും എന്നുള്ള ഒരു വലിയൊരു ചടങ്ങാണ്. പഠിച്ചിങ്ങോട്ട് തുടങ്ങി കിട്ടൂല അല്ലേ. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകണം ഡിസ്ട്രാക്റ്റഡ് ആയില്ലേ, നമ്മൾ ഫോണിൽ നോക്കി അങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. പക്ഷേ എങ്ങനെയാണ് അതൊന്ന് പഠിച്ച് തുടങ്ങേണ്ടത്? ഒന്ന് സ്റ്റാർട്ട് ചെയ്താലല്ലേ നമുക്കതൊന്ന് കണ്ടിന്യൂസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് പഠിച്ച് തുടങ്ങേണ്ടത്? അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് റൂളാണ് 5 മിനിറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പഠിക്കാനുള്ള സമയമാകുമ്പോൾ വെറും 5 മിനിറ്റ് മാത്രം പഠിക്കുകയുള്ളൂ എന്ന് നിങ്ങളുടെ മൈൻഡിനോട് പറയുക. അതായത് പഠിച്ചു തുടങ്ങിയാൽ 5 മിനിറ്റ് മാത്രമേ പഠിക്കുകയുള്ളൂ, പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. അതായത് ഒന്ന് തുടങ്ങാം, 5 മിനിറ്റ് മാത്രം വായിക്കുക, എന്നിട്ട് പിന്നെ നിർത്തിവെക്കുമെന്ന് നിങ്ങളുടെ മൈൻഡിനോട് പറയാം. പക്ഷേ ഒരു കണ്ടീഷൻ കൂടി വെക്കുക. എന്താണ്? ചിലപ്പോൾ പഠിച്ച് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് കൂടി കുറച്ചും കൂടി പഠിക്കാൻ തോന്നും. അതായത് നിങ്ങൾക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിച്ചു പോകണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ നിങ്ങളെ തന്നെ നിങ്ങൾ അലോ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? നമ്മളൊന്ന് തുടങ്ങി കിട്ടി, 5 മിനിറ്റ് സ്റ്റാർട്ട് എന്ന റൂൾ ഉപയോഗിച്ച് നമ്മളൊന്ന് തുടങ്ങി കിട്ടി അല്ലെ. പക്ഷേ ഇന്നത്തെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിരിക്കും പരീക്ഷ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് പഠിച്ചാൽ മതിയാവും? അല്ല. അപ്പോൾ നിങ്ങളുടെ ടൈം അനുസരിച്ച് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ. നാളെയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റന്നാളെയാണ് നമുക്ക് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതെങ്ങനെ എഫിഷ്യന്റ് ആയി ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ നെക്സ്റ്റ് സെക്കൻഡ് വൺ, ചേഞ്ച് ദ പെർസ്പെക്റ്റീവ് ഓഫ് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്ന രീതി മാറ്റുക. അതായത് ഇപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, അതായത് ഞാനൊരു മണ്ടനാണ്, എനിക്ക് പഠിക്കാനൊന്നും കഴിയില്ല, എനിക്ക് ഇതിനൊന്നും കഴിയില്ല, എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയി പഠിക്കാനൊന്നും, എനിക്ക് നല്ല മാർക്ക് നേടാനൊന്നും കഴിയില്ല എന്ന് നമ്മളെ മൈൻഡിൽ ചിലപ്പോൾ ഉണ്ടാവാം. ഒരു ചെറിയ അളവെങ്കിലും നമ്മളെ മൈൻഡിൽ അത് ഉണ്ടാവാം.
കാര്യങ്ങൾ ചെയ്തെടുക്കും എന്നുള്ളതാണ്. അതായത് ഒരു മിനിറ്റ്. സോ ഇത്രയും നേരം നമ്മളെ തലേൻ്റെ എത്ര വളരുന്നു കേട്ടോ ഫ്രെയിമിൽ, അതിന് നിങ്ങളോട് സോറി പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, പാർക്കിൻസൺസ് ലോ. അതിലെന്താ പറയുന്നത് വെച്ചാൽ നമ്മളൊരു ഡെഡ് ലൈൻ വെക്കണം. അതായത് നമ്മൾ ഇന്ന സമയത്തിനുള്ളിൽ പഠിച്ചു കഴിയണം, അല്ലെങ്കിൽ നമുക്ക് എന്താ ഡേഞ്ചറസ് ആണ്, ഇന്ന സമയത്തിന് നമ്മളത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നമുക്ക് നല്ലതല്ല എന്നുള്ളത് നമ്മളൊന്ന് മൈൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, റിസർച്ചേഴ്സ് പറയുന്നത് നമ്മുടെ മൈൻഡ് ഒരു മങ്കിയെ പോലെയാണ്, അതൊരു കുരങ്ങനെ പോലെയാണ്. ഒരു കാര്യം വരുമ്പോൾ അതിലേക്കും മറ്റേ കാര്യം വരുമ്പോൾ അതിലേക്കും ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ഡെഡ് ലൈൻ വെക്കുകയാണ്. അതായത് ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ നമുക്കതൊരു പ്രോബ്ലമാണ്, അത് നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു പ്രശ്നമാണെന്ന് നമ്മുടെ മൈൻഡിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് മനസ്സിലാവും എന്താണ്, ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പണിയാണ്, ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പണിയാണ്, അത് നമ്മളപ്പോൾ എന്തായാലും ചെയ്തേ മതിയാവൂ എന്നുള്ളത് നമ്മൾ സബ് കോൺഷ്യസിൽ എന്ത് ചെയ്യും, മനസ്സിലാക്കും. നമ്മൾ അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ആ ഡെഡ് ലൈനിന് മുമ്പ് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തീർക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ നാളെയാണ് പരീക്ഷ എന്ന് വിചാരിക്കാം. മിക്കവാറും മെജോറിറ്റി ആൾക്കാർക്ക് നാളെയോ മറ്റന്നാളായിരിക്കും പരീക്ഷ. അപ്പോൾ നാളെയാണ് പരീക്ഷ എന്ന് വെക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെയാണ് ഇത് കാണുന്നതെങ്കിൽ ഇന്ന് രാത്രിയോടെ നമ്മളിത് തീർക്കുമെന്ന ഡെഡ് ലൈൻ നമ്മൾ കൊടുക്കാം. അപ്പോൾ രാത്രിയോടെ തീർത്താൽ എന്താ സംഭവിക്കുക, രാവിലെ എണീറ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാനുള്ളൊരു സമയം കിട്ടും അല്ലേ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഇത് തീർക്കുമെന്നുള്ള ഡെഡ് ലൈൻ കൊടുക്കാം. ചിലർക്ക് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടേക്ക് ഒരു എക്സാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരാഴ്ച ഡെഡ് ലൈൻ കൊടുക്കാം. അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ എന്തായാലും പഠിച്ച് തീർക്കും. അതുകൊണ്ട് തന്നെ പിന്നത്തെ ഒരാഴ്ച നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ ഡെപ്ത് ആയിട്ട് പഠിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പാർക്കിൻസൺസ് ലോ പറയുന്ന പോലെ നമുക്കൊരു ഡെഡ് ലൈൻ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ആ കാര്യം ചെയ്തു തീർക്കും. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ ചെയ്തു തീർത്തു. അതായത് 5 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ഇമേജ് തന്നെ മാറ്റിയെടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പാർക്കിൻസൺസ് ലോ കൊടുത്തു. അതായത് ഇന്ന സമയത്തിനുള്ളിൽ പഠിച്ച് തീർക്കണം എന്നുള്ള ഡെഡ് ലൈനും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഈ ഡെഡ് ലൈൻ എത്തുന്ന വരെ നമ്മളൊന്ന് പഠിക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് എക്സാമിന് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. അതായത് ഈ സമയം നമ്മൾ തുടങ്ങി, അതുപോലെ തന്നെ മൈൻഡ് ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ ഡെഡ് ലൈനും വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇടയിലുള്ള സമയം എന്ത് ചെയ്യണം, പഠിക്കണം. വെറുതെ പഠിച്ചാൽ മതിയോ, പോരാ, എന്ത് ചെയ്യണം, എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കണം. അതായത് ഫാസ്റ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് തീർക്കണം അല്ലേ. സോ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു 4ാമത്തെ ടെക്നിക്കാണ് പോമഡോറോ ടെക്നിക്. സോ ഈ ഒരു ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചത് ഒരു കൊല്ലം മുമ്പാണ്. അതായത് 1 കൊല്ലമായിട്ടുള്ളൂ ഞാൻ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്. അതായത് ബേസിക്കലി ഇത് പറയുന്നത് ഇതാണ്, മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും പോമഡോറോ ടെക്നിക്ക് എന്താണെന്നുള്ളത്. അതായത് നമ്മളൊരു നിശ്ചിത സമയം വരെ പഠിക്കുക, പിന്നെ എന്ത് ചെയ്യുക, ഒരു ബ്രേക്ക് എടുക്കുക, പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അതായത് പഠിക്കുക, ബ്രേക്ക് എടുക്കുക, പഠിക്കുക, ബ്രേക്ക് എടുക്കുക, ഇങ്ങനെ ചെയ്യുന്നതിനാണ് പോമഡോറോ ടെക്നിക്ക് എന്ന് പറയുക. അത് ബേസിക്കലി എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 25 മിനിറ്റ് പഠിക്കും. നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ 25 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും, പിന്നെ എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കും. ഈ ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രം വരക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളൊരു ബ്രേക്ക് കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യും, അതൊക്കെ നിങ്ങൾക്ക് ആ 5 മിനിറ്റ് ബ്രേക്കിൽ ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ അതേ സ്പീഡിൽ തന്നെ ഇതിലേക്ക് എൻ്റർ ചെയ്യുക. ആ 25 മിനിറ്റിൻ്റെ ടൈം ലൈനിലേക്ക് നമ്മൾ പിന്നെയും എൻ്റർ ചെയ്യുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, ആ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് ബേസിക്കലി പോമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉപകാരം, ഇതെന്തിനു നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മളെ ഫോക്കസ് ലെവൽ ഇവിടെയാണ്. 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ പഠിച്ച് ഒരു 25 മിനിറ്റ് ആകുമ്പോൾ നമ്മളെ ഫോക്കസ് ലെവൽ കുറച്ച് കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് കൊടുക്കും. അപ്പോൾ എന്താ, ഈ സമയത്ത് നമ്മൾ പഠിക്കണ്ടോ, ഇല്ല, ഈ സമയത്ത് നമ്മൾ പഠിക്കണില്ല. പിന്നെ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ തുടങ്ങും. അപ്പോൾ ഇവിടെ നമ്മളെ ഫോക്കസ് ലെവൽ 100%, പിന്നെ നമ്മുടെ ഫോക്കസ് ലെവൽ മേലെയാണ് അല്ലേ. പിന്നെ നമ്മൾ ഇങ്ങനെ പഠിച്ച് 25 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഡൗൺ ചെയ്തു, ആ ഫോക്കസ് ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ ബ്രേക്ക് എടുക്കും. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ഫോക്കസ് ലെവൽ എവിടെയായിരിക്കും, ഈ അപ്പർ പൊസിഷനിലായിരിക്കും. ഇത് നമ്മൾ സാധാ പഠിക്കുന്ന രീതിയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ തുടങ്ങി പഠിച്ച് ലാസ്റ്റ് ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെന്താവും, ബോറായിക്കാണ്ട് അങ്ങനെ ആവും അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ചും കൂടി വേഗതയോടെ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും. എനിക്ക് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. ഒരിക്കലും നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ, നമുക്ക് 100% ആയിക്കാണ്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടെക്നിക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്ന വേറൊരു ഉപകാരമാണ്, നമ്മളിപ്പോൾ 2 മണിക്കൂർ അടുപ്പിച്ച് പഠിച്ച് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ബ്രേക്ക് എടുത്താൽ പിന്നെ നെക്സ്റ്റ് പഠിക്കണമെങ്കിൽ നമുക്കൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 40 മിനിറ്റ് ഒക്കെ എടുക്കും നമ്മൾ നെക്സ്റ്റ് പിന്നെ പഠിച്ച് റൗണ്ട് തുടങ്ങണമെങ്കിൽ. പക്ഷേ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം പഠിച്ചാലും കുറച്ച് സമയം മാത്രമേ നമുക്ക് ബ്രേക്കിന് വേണ്ടി പോകുന്നുള്ളൂ. അതും എങ്ങനത്തെ ബ്രേക്കാണ്, നമ്മൾ എഫിഷ്യൻ്റ് ആയ നല്ല ബ്രേക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഫസ്റ്റ്. നമുക്ക് ചിലപ്പോൾ പഠിക്കാനുള്ളത് ഫിസിക്സ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ബയോളജി ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് കൊമേഴ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെ പല സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ആ സബ്ജക്റ്റ്
എന്താണെന്ന് നമ്മൾ അറിയണം. ഇപ്പൊ മാത്സിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഫോർമുലാസ് ഒക്കെ കാണാതെ പഠിക്കേണ്ടി വരും. പക്ഷേ തിയറി സബ്ജക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ചിലർക്ക് ഇത് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതായത് മനസ്സിലാക്കി പഠിച്ചാലും ഇത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണില്ല എന്ന് പലർക്കും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ തന്നെ ചെയ്യുക. കാരണം നമ്മൾ കാണാൻ പഠിച്ചത് കൊണ്ട് നമുക്ക് ലോങ് ടേമിലേക്ക് അതൊരു ഉപകാരവും തരുന്നില്ല. അതാണ് ഒന്നാമതുള്ള കാര്യം. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ കാണാതെ പഠിച്ചാൽ ചിലപ്പോൾ 2 വരി ഓർമ്മ ഉണ്ടാവും, പിന്നെ 3ാമത്തെ വരി അറിയില്ലെങ്കിൽ ബാക്കി ഒന്നും നമുക്ക് കിട്ടില്ല. അത് അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മൊത്തമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല, എന്നാലും എന്താ ആ കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം എന്ത് ചെയ്യും, ഇനി നമ്മളത് കാണാൻ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ആ പോയിന്റ്സ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ എക്സാംസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഓർത്തെടുത്താൽ തന്നെ നമുക്ക് എഴുതാവുന്നതുള്ളൂ. സോ നിങ്ങൾ ഈ വീഡിയോൻ്റെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കൺഗ്രാറ്റ്സ്. കാരണം നിങ്ങൾക്കിപ്പോൾ പഠിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ ഗോൾസ്. അതായത് നമ്മൾ തന്നെയാണ് ചില സമയത്ത് നമ്മളെ തന്നെ പുറകോട്ട് വലിക്കുന്നത്. സോ ഡോണ്ട് ലെറ്റ് ദാറ്റ് ഹാപ്പൻ ടു യു. ഇഫ് യു റീച്ച് ടിൽ ദിസ് പോയിന്റ് യു റിയലി ഹാവ് ദ ഇൻറ്റൻഷൻ ടു സ്റ്റഡി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ ഈ വീഡിയോ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് പോവാതെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം തുറക്കാതെ എന്ത് ചെയ്യുക, നമ്മൾ ആ 5 മിനിറ്റ് റൂളിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ 5 മിനിറ്റ് റൂൾ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. വേറെ ഒന്നിലേക്കും പോയത് ആ പ്രോമിസ് നിങ്ങൾ എനിക്ക് തരണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഞാൻ മറക്കില്ല. അതുപോലെ തന്നെ 5 മിനിറ്റ് റൂൾ ഉപയോഗിച്ച് 5 മിനിറ്റ് പഠിക്കാൻ പോവുകയാണ് ഈ വീഡിയോ കഴിഞ്ഞിട്ട് എന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾ എനിക്ക് തന്നാൽ നിങ്ങൾക്ക് പോകാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.